ബൈക്ക് ലാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വണ്ടി പുതിയതോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമായിരുന്നു തന്നെ യൂസറായിട്ടുള്ള ബൈക്കാണെങ്കിൽ പോലും നിങ്ങളുടെ ബൈക്കിന് നല്ല കംഫർട്ട് ഫീലിംഗ് കുറയുന്നുണ്ടോ? അതായത് വണ്ടിയുടെ റോളിങ്ങിലോ അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇനി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയണ്ട, അടുത്തുള്ള പ്രീമിയം ബൈക്ക് ഷോപ്പോ അല്ലെങ്കിൽ മെക്കാനിക്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സൈക്കിൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതോടൊപ്പം തന്നെ ചെറിയ കേസുകൾ ഉണ്ടാവുള്ളൂ, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ നല്ലൊരു പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കൂടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഉപയോഗിക്കുന്ന സൈക്കിളുകൾ മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നതും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈക്കിളുകളായിരിക്കും. അപ്പോൾ ഇനി എക്സ്പെൻസീവ് അല്ലെങ്കിൽ പോലും ഒരു 20,000 രൂപയാണെങ്കിൽ പോലും അതും നമുക്ക് വലിയൊരു പൈസ തന്നെയാണ്. അപ്പോൾ ആ ഒരു റേറ്റിലുള്ള സൈക്കിളാണെങ്കിൽ പോലും അവിടെ തൊട്ടിട്ട് എത്ര എമൗണ്ട് ആണെങ്കിലും ചെറിയൊരു കേസ് മാത്രം നോക്കുക. എന്തായാലും വീഡിയോയിൽ കിടക്കാം, സമയം കളയണ്ട. എന്തായാലും നോക്കി നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്ന ഹുഡിൻ്റെ ഏരിയ അല്ലേ? അപ്പോൾ ഈ ഒരു ഹുഡിൻ്റെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് സംഭവിക്കാൻ പറ്റാവുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഭാഗം ഇഷ്ടംപോലെ വണ്ടികൾ നമുക്കിവിടെ ഷോപ്പിൽ വരുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഇതിൻ്റെ ഹെഡ്സെറ്റ് നല്ല ടൈറ്റ് ആക്കി വിടും. മിക്ക ആൾക്കാരും ഹെഡ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലും പ്രോപ്പർ അല്ലാതെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വിടാറ്. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ഹാൻഡിൽ ഫ്രീ ആയിട്ട് ഫ്രണ്ട് വീൽ ഒന്ന് പൊക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിട്ടു നോക്കുക. ഫ്രീ ആയിട്ടാണോ കറങ്ങി വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഫ്രീ ആയിട്ടല്ല കറങ്ങി വരുന്നത്, കണ്ടോ? നമ്മൾ നീക്കുന്നതിനനുസരിച്ച് മാത്രമേ കറങ്ങണുള്ളൂ. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡ്സെറ്റ് നല്ല ടൈറ്റ് ആണ്. ഹെഡ്സെറ്റ് ടൈറ്റ് ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ 2 ബെയറിങ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്ന 2 ബെയറിങ്സ് ആണ്. ഒന്ന് ഇവിടെ താഴത്തും വരുന്നുണ്ട്, പിന്നെ മുകൾ ഭാഗത്തും വരുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടിങ്ങിന് മാത്രമാണ്. അതായത് ഈ ഒരു ഫോർക്കിന്റെ ഉള്ളിൽ കൂടെ ഒരു ട്യൂബും ഉണ്ട്. ഈ ട്യൂബിനെ മുകളിൽ നിന്ന് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവുക, ഈ ഒരു സ്പേസസ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ 2 ബെയറിങ്ങിനെ നമ്മൾ രണ്ടും കൂടിയിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്യാം. അപ്പൊ ഈ കംപ്രഷനിൽ കൂടുതൽ കംപ്രഷൻ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക, അതിന്റെ ബെയറിങ്സ് ടൈറ്റ് ആയി നിൽക്കും. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഫീലിംഗ് പോലെയായിട്ട് നമുക്ക് അറിയില്ല പെട്ടെന്ന്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ബെയറിങ്സിന് ഡാമേജസ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഓൾറെഡി ഇത് കണ്ട, ഇത് ലീക്ക് ആയി തുടങ്ങി. ഒരു ലീക്ക് പോലെ ഒരു കളർ വന്നേക്കണ്ട. ഓൾറെഡി ഇത് ടൈറ്റ് ആണ്, വേണ്ട ഇതുപോലെ അങ്ങനെയില്ല മര്യാദക്ക്. അപ്പോൾ ഇത്രയും ഡാമേജ് ഈ ഒരു ഹെഡ്സെറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചിലപ്പോൾ ഒന്ന് സർവീസ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് ലൂസ് ആക്കിയിട്ട് കഴിഞ്ഞാലോ ഈ ഒരു ഹെഡ്സെറ്റ് റെഡി ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബെയറിങ് പോയിട്ടുണ്ടെങ്കിൽ ബെയറിങ്സ് മാറ്റേണ്ടി വരും. അതിപ്പോൾ പുതിയ ബൈക്ക് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നല്ലൊരു പൈസ ചിലവാകുന്ന ഒരു ഏരിയ ആയിട്ട് മാറും. ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കാണുന്ന ബ്രേക്സ്. നമ്മുടെ സാധാരണ മെക്കാനിക്കൽ ബ്രേക്സിൽ വരുമ്പോൾ ഇനിയിപ്പോൾ വില കൂടിയ ടെക്ട്രോന്റെ മെക്കാനിക്കൽ ബ്രേക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏത് കമ്പനിയുടെ മെക്കാനിക്കൽ ബ്രേക്ക് ആണെങ്കിലോ ഈ ഒരു ഇഷ്യൂസ് മര്യാദയ്ക്ക് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. കാലിപ്പർ കണ്ടോ, ഈ ഒരു കാലിപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സൈഡ് മാത്രം, അതായത് ഈ ഒരു സൈഡിക്ക് മാത്രം ഒരു പുള്ളിങ് ഉള്ളൂ. ഈ ഒരു സൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇതുപോലെ ഡാമേജ് ആയിട്ടുള്ള ഒരു ബ്രേക്കിന്റെ കാലിപ്പറാണ് ഇത്. ഇതിന്റെ ഡിസ്കിന്റെ പാഡ് ഡാമേജ് ആയിട്ടുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം മാത്രം, അതായത് ഇതിന്റെ ഈ ഒരു പുള്ളിങ് വരുന്ന കേബിൾ പുള്ളിങ് വരുന്ന ഭാഗമാണ് ഇത് ഈ കാണുന്നത് കണ്ടോ. ഈ ഒരു പുള്ളിങ് വരുന്ന ഭാഗം മാത്രമേ ഇതിന്റെ വർക്ക് ചെയ്യുള്ളൂ, അപ്പുറത്തെ ഭാഗം വർക്ക് ചെയ്യില്ല. ഇനി ഇത്തിരി കൂടി ഡീറ്റെയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ ഇതിനെ പ്രസ് ചെയ്യുമ്പോൾ കേബിൾ ഇത് സൈഡിലേക്ക് പോണേ കണ്ടോ. ബ്രേക്ക് അപ്പുറത്തെ സൈഡ് വെറുതെ നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുക. ഇപ്പുറത്തെ സൈഡ് മാത്രമേ പുള്ളി ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ കാണുന്ന ബ്രേക്ക് പാഡ് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല ഡിസ്കിന്റെ റോട്ടറും ബെൻഡായി അല്ലെങ്കിൽ ഡിസ്കിന്റെ റോട്ടർ പെട്ടെന്ന് തേഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതേപോലെ തന്നെ വേറൊരു ഇഷ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ കേബിളിന്റെ ടെൻഷൻ കണ്ടോ, ഇത് വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്. അതായത് ചെറിയൊരു ടെൻഷനേ ഉള്ളൂ. ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ളൂ. ഞാൻ ബ്രേക്ക് പിടിച്ച് കാണിച്ചു തരാം. വേണ്ട, ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഭാഗം സ്റ്റോപ്പായി. ഇത്രയും ഒരു ടെൻഷനിലേക്കാണ് ഈ സാധനം വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഇതിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രിങ്ങും ചെറിയൊരു ബോളും ഉണ്ടാവാറുണ്ട് മിക്ക കാലിപ്പറിന്റെ ഉള്ളിലും. ആ ഒരു ബോളോ അല്ലെങ്കിൽ സ്പ്രിങ്ങിനോ ഡാമേജ് സംഭവിക്കും. അതുപോലെ തന്നെ ഈ കാലിപ്പർ ഡാമേജ് ആയി പോകും. അപ്പോൾ നമ്മളിപ്പോൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാലിപ്പർ ആണെങ്കിൽ പോലും ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്തി തരാം. അത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് വരും. നിങ്ങൾക്ക് ഈ ഒരു കാലിപ്പർ ചേഞ്ച് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥയും കൂടി വരാറുണ്ട്. കാര്യം എടുത്തപ്പോൾ അടുത്ത പറയാൻ വന്നൊരു മെയിൻ കാരണം അതാണ്.
നമ്മളിപ്പോൾ മഴക്കാലമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും ബ്രേക്ക് കിട്ടണില്ല, ഇപ്പൊ സർവീസ് ചെയ്ത് പോയി കഴിഞ്ഞാലും ബ്രേക്ക് മര്യാദക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞേക്കാം, കേബിള് ടൈറ്റ് ആണെന്നൊക്കെ. ഇപ്പൊ എത്ര നല്ല കേബിൾ ഇട്ടിട്ടുള്ള സംഭവമാണെങ്കിലും മഴക്കാലം ആയതുകൊണ്ട് മിക്ക വണ്ടികളുടെ മൗണ്ടുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ബ്രേക്കിന്റെ മൗണ്ടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു താഴത്ത് കൂടെ ആയിരിക്കും. അതായത് ഇതിന്റെ ഈ ചെയിൻ സ്റ്റേയുടെ ഈ ഒരു ഭാഗത്ത് കൂടെ വരുന്ന ഒരു ഭാഗത്തേക്കായിരിക്കും ഈ കേബിളുകൾ പോകുന്നുണ്ടാവാം. ഇങ്ങനെ ഈ കേബിൾ പോകുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിലത്തെ ഭാഗം ഉണ്ടല്ലോ, അതായത് കേബിളിന്റെ ഇന്നർ കേബിളിന്റെ ഇതിൽ കൂടെ നേരെ വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം, അതായത് ഇതിന്റെ ഈ ഒരു ഓല് പോലെ വരുന്ന ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ബോട്ടം ബ്രാക്കറ്റിന്റെ അടിഭാഗത്തേക്കായിട്ട് അവിടെ വന്നിട്ട് വെള്ളം സ്റ്റെക്കായി നിൽക്കും. അതിൽ വെള്ളവും ചെളിയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ ഈ കേബിളും ഡാമേജ് ആയി നിൽക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബൈക്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈക്കിനെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ഓക്കെ, ഒരു കംപ്ലൈൻസും ഇല്ലാതെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ചെറിയ ചെറിയ കേസുകളാണ്. ആ ചെറിയ കേസുകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു പൈസ മുടക്കേണ്ട ഒരു ആവശ്യം വരരുത്. ഓക്കെ, അപ്പൊ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.